ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ ഫസ്റ്റ് പാർട്ട് പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പാഠമാണ്. നഞ്ച് എന്ന് പറയുന്ന ഒരു കവിതയാണ് കേട്ടോ നോക്കുന്നത്. ഈ കവിതയും അതിൽ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രകൃതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഉണ്ട്. എന്നാൽ നമ്മുടെ ആർത്തി ശമിപ്പിക്കാൻ പ്രകൃതിക്കാവില്ല. ലാഭത്തിന് വേണ്ടി ചിലർ പ്രകൃതിയിലുള്ളതെല്ലാം ഊറ്റിയെടുക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ഈ കവിത വായിച്ചു നോക്കാം. ഇതൊരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളെഴുതിയ കവിതയാണ്. ഗോത്ര കവിതയാണ്. ക്രിസ്റ്റി ഇലക്കണ്ണനാണ് അതിൻ്റെ മലയാള പരിഭാഷ ചെയ്തിട്ടുള്ളത്. എന്താ നോക്കൂ, നെഞ്ച് എന്നാണ് നമ്മളുടെ ആദ്യം നമുക്ക് ഗോത്രവർഗത്തിൽ എഴുതിയ ആ ഭാഷയിൽ എഴുതിയ കവിത ഒന്ന് വായിച്ചു നോക്കാം. തോട്ടില് നെഞ്ചു കലക്കിയാര്, ആദ്യം കെല്ലാമുട്ടി ചത്ത് പൊങ്ങിയത്, പിന്നാരാൻ വെട്ടുവാൻ പള്ളത്ത് വാള മൂഷി കോല മുതുക്കല മുള്ളിയൊക്ക ചത്ത് പൊങ്ങിയത്, ഒക്കെ കേഞ്ഞുപ്പിനാ തോടും ചത്ത് പൊങ്ങിയത്, മീനില്ലാണ്ട് തോട് മാത്രമേണ. അതിൻ്റെ മലയാള പരിഭാഷ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. തോട്ടിൽ നഞ്ചു കലക്കി. നഞ്ചു എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വിഷം അല്ലേ? വിഷം കലക്കി. ആദ്യം കല്ലുമുട്ടി ചത്തുപൊങ്ങി, പിന്നെ ആരൽ വരാൽ പള്ളത്ത് വാള മുഷി കോല മുതുക്കില മുള്ളി ഇവയെല്ലാം ചത്തുപൊങ്ങി. അവസാനം ആ തോടും ചത്തുപൊങ്ങി. മീനില്ലാതെ തോട് മാത്രം എങ്ങനെ? എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? തോട്ടിലാരോ വിഷം കലക്കിയിട്ട് എന്താണ്? മീനായ മീനെല്ലാം ചത്തുപൊങ്ങി. പിന്നെ അവസാനം തോടും ചത്തുപൊങ്ങി. അതായത് മീനുകളില്ലാതെ എന്ത് തോട്? ആ തോടും എന്തായി? നിർജീവമായി. ആ തോടിനും മരണം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. തോട്ടിൽ വിഷം കലക്കിയപ്പോൾ എന്തെല്ലാമാണ് ചത്തുപൊങ്ങിയത്? കല്ലുമുട്ടി, ആരൽ, വരാൽ, പള്ളത്ത്, വാള, മുഷി, കോല, മുതുക്കില, മുള്ളി എന്നിവയാണ് തോട്ടിൽ വിഷം കലക്കിയപ്പോൾ ചത്തുപൊങ്ങിയത്. ചോദ്യം 2. അവസാനം ആ തോടും ചത്തുപൊങ്ങി. തോടെങ്ങനെ ചത്തുപൊങ്ങും? മീനില്ലാതെയായപ്പോൾ തോട് നിർജീവമായി എന്നതിനെയാണ് തോടും ചത്തുപൊങ്ങി എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത്. ചോദ്യം 3. തോട്ടിൽ നഞ്ചു കലർത്തുന്നവരോട് മാത്രമല്ല, ഭൂമിയെ നശിപ്പിക്കുന്നവരോടെല്ലാം ചിലത് പറയാനില്ലേ? എന്തെല്ലാമാണവ? ഭൂമിയിലെ ജലം, വായു, മണ്ണ് തുടങ്ങിയവയെ മലിനമാക്കരുത്, പ്രകൃതിയെ സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഭൂമിയെ നശിപ്പിക്കുന്നവരോട് പറയാനുള്ളത്. ചോദ്യം 4. കവിതയും അതിനുശേഷമുള്ള ചിത്രവും തമ്മിൽ എന്തു ബന്ധമാണ് ഉള്ളത്? അതിനായിട്ട് നമുക്ക് ആദ്യം ചിത്രം നോക്കാം. നോക്കൂ, ചിത്രം കണ്ടാൽ തന്നെ അറിയാം എന്താണ് ചിത്രത്തിലൂടെ പറയുന്നത് എന്നല്ലേ. ഇനി കവിതയും ചിത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? കവിതയിൽ പറയുന്നത് പോലെ പ്രകൃതിയുടെ നാശത്തെയാണ് ചിത്രത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നത്. കവിതയിൽ തോട്ടിൽ നെഞ്ചു കലക്കി തോട്ടിലെ ജീവികളെ എല്ലാം കൊല്ലുന്നതാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ ചിത്രത്തിലൂടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും ഭീഷണിയാകുന്ന യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കെട്ടിടങ്ങൾക്കുമേൽ ബോംബ് വന്ന് പതിക്കുന്നതും എല്ലാം ചുട്ടുചാമ്പലാവുന്നതും മനുഷ്യർ ഭീതിയോടെ ഓടുന്നതും നമുക്ക് ചിത്രത്തിൽ കാണാനാവും. യുദ്ധത്തേക്കാൾ വലിയ നാശനഷ്ടം മറ്റൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ചെറിയ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2ാമത്തെ പുസ്തകമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്